അരുമകളായി മൃഗങ്ങളെ ആളുകൾ വളർത്തുന്നത് പതിവ് കാര്യമാണ്. മനുഷ്യരെക്കാൾ സ്നേഹം ഇവയ്ക്കുണ്ടെന്ന് ആളുകൾ പറയുന്നത് പതിവാണ്. മിക്ക വീടുകളിലും ഒരു കുടുംബാംഗത്തെ പോലെയാണ് വളർത്തുമൃഗങ്ങൾ. പുറത്തുപോയി വരുമ്പോൾ വീട്ടുപടിക്കൽ കാത്തിരിക്കുകയും ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൂട്ടുവരികയും ഒക്കെ ചെയ്യുവാൻ ഇവയ്ക്ക് കഴിയും. എന്നാൽ അരുമകളെ വളർത്തുമ്പോൾ വലിയ റിസ്ക് ഉണ്ടെന്ന കാര്യം മിക്ക ആളുകൾക്കും അറിയില്ല. അരുമകളിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നത് പോലെ തന്നെ ഗുരുതരമായ രോഗങ്ങളും ലഭിക്കാനും സാധ്യതയുണ്ട്. യുകെയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ കാര്യം ചർച്ച ചെയ്യുവാൻ കാരണമായിരിക്കുന്നത്. ഒരു 52 വയസ്സുള്ള സ്ത്രീയുടെ തൊലിയിൽ ചെറിയ മുറിവിൽ വളർത്തുനായ നക്കിയത് മൂലം ആന്തരിക അവയവങ്ങളെ ദോഷമായി ബാധിക്കുന്ന തരത്തിൽ ഇവർക്ക് അണുബാധയുണ്ടായി. ഇവരുടെ തൊലിയിൽ മുറിവുണ്ടായിരുന്നുവെന്നും അവിടെ നായ നക്കിയെന്നും ഇവർ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിച്ച ശേഷം സെപ്സിസ് എന്ന അണുബാധ സ്ഥിരീകരിച്ചതിനു പിന്നാലെ വളർത്തുനായയുടെ ഉമ്മനീരിൽ നിന്ന് ചെറിയ മുറിവിലേക്ക് പ്രവേശിച്ച ബാക്ടീരിയ ആയിരിക്കാം അണുബാധയ്ക്ക് കാരണം ആയിരിക്കുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. ഇതിന് കാരണമായിരിക്കുന്നത് ക്യാപ്നോസൈറ്റോഫാഗ കാനിമോറസ് എന്ന ബാക്ടീരിയയാണ്. നായകളിലാണ് ഈ ബാക്ടീരിയ പൊതുവായി കാണപ്പെടുന്നത്. എന്നാൽ നായകളിൽ ഇവ ദോഷമുണ്ടാക്കുകയുമില്ല. എന്നാൽ അപൂർവ സാഹചര്യങ്ങളിൽ മനുഷ്യ ശരീരത്തിലെ മുറിവിലൂടെ ഇവ രക്തത്തിലേക്ക് പ്രവേശിച്ചാൽ സെപ്സിസ് എന്ന ഗുരുതരമായ അണുബാധ ഉണ്ടാകും. ഈ സ്ത്രീയുടെ കാലുകൾ രണ്ടും മുറിച്ചു മാറ്റേണ്ടി വന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. സെപ്സിസിനെ കുറിച്ച് വിശദമായി പറയാം. മനുഷ്യന്റെ പ്രതിരോധ ശക്തി അണുക്കളെ നശിപ്പിക്കുവാൻ ഉള്ളതാണ്. എന്നാൽ ഒരു അണുബാധയോട് അമിതമായ പ്രതിരോധ ശക്തി ഇടപെടുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ഡാമേജ് ആണ് സെപ്സിസ്. ഇവിടെ ബാക്ടീരിയ നശിപ്പിക്കുന്നതിനൊപ്പം ശരീരത്തിലെ ആരോഗ്യകരമായ കോശങ്ങളെയും അവയവങ്ങളെയും നശിപ്പിക്കുവാൻ ആരംഭിക്കും. ഇതുമൂലം ആന്തരിക അവയവങ്ങൾക്ക് കേട് ഉണ്ടാകാം, കോശങ്ങൾ നശിക്കാം, അവയവം മാറ്റിവെക്കേണ്ടി വന്നേക്കാം, മരണം വരെ സംഭവിക്കാം. സെപ്സിസ് എന്ന ഈ പ്രശ്നം ശരീരത്തെ ബാധിച്ചു തുടങ്ങുമ്പോൾ പല സിംറ്റംസും കാണിക്കാറുണ്ട്. ശരീരത്തിലെ ഊഷ്മാവ് താഴ്ന്നു പോകുന്ന പനി, വളരെ വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസം, വേഗത്തിലുള്ള ചങ്കിടിപ്പ്, ഭയങ്കര ക്ഷീണം, ആശയക്കുഴപ്പം, തൊലിയുടെ നിറത്തിലുള്ള വ്യത്യാസം, തണുത്ത കാൽപാദങ്ങളും കൈകളും ഇതിന്റെ ലക്ഷണങ്ങളാണ്. അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ സെപ്സിസ് എന്ന അവസ്ഥയിലേക്ക് കടക്കുവാൻ ദിവസങ്ങൾ വേണമെന്നില്ല, മണിക്കൂറുകൾക്കുള്ളിൽ ഇത് സംഭവിക്കും. അരുമകളെ വളർത്തുന്നത് മൂലം ഉണ്ടാകാനിടയുള്ള വളരെ അപകടകരമായ ഒരു രോഗാവസ്ഥയാണ് പങ്കുവച്ചത്. ഇത് അപൂർവമായി മാത്രമേ സംഭവിക്കുകയുള്ളൂ. എന്നാൽ ഡസ്റ്റ് അലർജി ഉള്ള ആളുകൾക്ക് മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നത് ദോഷമായി ബാധിക്കാറുണ്ട്. അവയുടെ പൂടയിൽ നിന്ന് മനുഷ്യ ശരീരത്തിൽ പറ്റുന്ന പൊടി വളരെ കാലം നീണ്ടു നിൽക്കുന്ന സ്കിൻ ഡിസീസസിന് കാരണമാകും. ഇത്തരത്തിൽ ത്വക്ക് രോഗങ്ങൾ ഉണ്ടായവർ നമ്മുടെ ഇടയിലും ധാരാളമുണ്ട്. വളർത്തു നായ, പൂച്ച എന്നിവയുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അവയുടെ നഖത്തിൽ നിന്നുള്ള മാന്തലുണ്ടാവുമ്പോഴും ചെറിയ പോറലുണ്ടായി അതുവഴി അണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയുണ്ട്. പല ആളുകളും ഇത് കാര്യമാക്കാറില്ല. എങ്കിലും ഒരു പങ്കാളുകൾക്ക് അണുബാധ ഇതുമൂലം സംഭവിക്കുന്നുമുണ്ട്. അരുമകളെ താലോലിച്ചു പുലർത്തുമ്പോൾ അവയിൽ നിന്ന് നമുക്ക് ദോഷം ഉണ്ടാകുവാൻ ഇടയുള്ള ചില കാര്യങ്ങൾ പങ്കുവച്ചു. എന്നാൽ കോടിക്കണക്കിന് ജനങ്ങൾ ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ തന്നെ നായ്ക്കളെയും പൂച്ചകളെയും വളർത്തി സന്തോഷമായി ജീവിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. മനുഷ്യന് ദോഷകരമായ അണുക്കൾ ഈ മൃഗങ്ങളുടെ വായിലും ശരീരത്തിലും ഉണ്ട്. ചെറിയ പോറലുകളിലും മുറിവുകളിലും ഇത് പറ്റുമ്പോഴാണ് അപകടകരമാകുന്നത്. വളരെ ബലഹീനമായ പ്രതിരോധ ശക്തി ഉള്ളവരെ ഇത് ബാധിക്കുവാൻ ഇടയുണ്ട്. പ്രമേഹമുള്ളവരിൽ, പ്രായമായവരിൽ, കുട്ടികളിൽ വേഗത്തിൽ ഇത് ദോഷമായി ബാധിക്കും. എന്നാൽ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. അതുകൊണ്ട് മൃഗങ്ങളെ വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ അരുമകളുമായി സമ്പർക്കം ഒഴിവാക്കുക. മുറിവ് ഇല്ലാത്തപ്പോഴും മൃഗങ്ങളെ ഏറെ നേരം ഇടപഴകാതെ ഇരിക്കുക. അവയെ തൊട്ട ശേഷം കൈകൾ നന്നായി കഴുകുക. പോറലുകൾ വല്ലതും ശരീരത്തിൽ ഉണ്ടെങ്കിൽ അവ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. മൃഗങ്ങളെ അലസമായി വളർത്താതെ കൃത്യസമയത്ത് വാക്സിനേഷൻ നൽകുകയും ചെക്കപ്പുകൾ നടത്തുകയും ചെയ്യുക. അരുമകളെ വളർത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും അത് ദോഷകരമാകുന്നില്ല എന്ന് ഇതുവഴി ഉറപ്പാക്കുക. അരുമകളെ വളർത്തുന്നത് രസമാണ്, പക്ഷെ അത് കൃത്യമായ അവബോധത്തോടു കൂടി ആയിരിക്കണം. ഓമന മൃഗങ്ങൾക്ക് അവയ്ക്ക് ഭക്ഷണം നൽകുന്ന നിങ്ങളെ സ്നേഹിക്കുവാൻ അറിയാം. പക്ഷെ അവയുടെ സമ്പർക്കം മൂലം നിങ്ങൾക്കുണ്ടാക്കുവാനിടയുള്ള രോഗങ്ങളെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ അവയുമായി ആനന്ദിക്കുമ്പോൾ അതുമായി കൃത്യമായി അകലം പാലിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.